എടേ നാട്ടുകാരും കൂട്ടുകാരും പറഞ്ഞൊക്കെ തിരുത്തി പറയണടാ. ഭയങ്കര കമ്പാരിസൺ ആണെന്ന്. ഒരാൾക്ക് ദുബായിൽ ജോലി, ബാക്കി ആൾക്കാർ UK ജോലി. എന്തിന് ഇത്രയും കാലം കുതിരടിക്കാൻ കൂട്ടുന്ന അപ്പേട്ടിന് വരെ ഗവൺമെൻറ് ജോലിയായി. ഇവിടെ 2-3 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ടാ. അതിന് അസൂയോണ്ട് കാര്യമില്ല, പണിയെടുക്കണം. എടാ അസൂയ അല്ലടാ, അറ്റ്ലീസ്റ്റ് നാട്ടുകാരെ മുന്നിലും കുറച്ച് വില ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവർക്കൊന്നും തൊട്ടാൻ പറ്റാത്ത അത്രയും മുകളിലെത്തണം. അത്രയും മുള്ളത്തെങ്കിൽ ഒന്നിൽ നീ മരിക്കണം, അല്ലെങ്കിൽ വല്ല നൈട്രജൻ ബലൂണിൽ കയറ്റി കൊടുത്തേ. എടാ കാര്യം വരുമ്പോൾ കോണടിക്കരുത് കേട്ടോ, അറിയാൻ നോക്ക്. നീ പറഞ്ഞ പോലെയൊക്കെ രക്ഷപ്പെടണമെങ്കിൽ വല്ല ബിസിനസ്സിലോ സ്പോർട്സിലോ രാഷ്ട്രീയത്തിലോ വല്ല സിനിമയിലോ ഇതിലൊക്കെ പാഷൻ വേണം. ഇത് വല്ലതും ഉണ്ടോ എനിക്ക്? എടാ ഞാൻ ഈ ചെറുപ്പത്തിലേ ഈ ഹൃത്തിക് റോഷൻ്റെ ഒക്കെ പോസ്റ്റർ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിലൊരു പാഷൻ ഇല്ലേ? അതുണ്ട്. എനിക്ക് സിനിമയിൽ പാഷൻ ഇല്ലെങ്കിലും നല്ല പോസ്റ്റർ ഒട്ടിക്കാനുള്ള പാഷൻ ഉണ്ട്. എടാ അതൊരു വിഷയമല്ല. ഒന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരെ ഇപ്പോൾ സിനിമയാണ്. അതിൻ്റെ അടുത്ത് വല്ല പ്രൊഡ്യൂസറുണ്ടോ? എടാ ഞാൻ പറഞ്ഞതൊന്ന് കേക്ക്. പറ. ഇപ്പം നീ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പിള്ളേർ റീൽസ് ചെയ്യാൻ കണ്ടില്ലേ? നമുക്ക് എന്തുകൊണ്ട് അടുത്തൊരു ആശ്രയിക്കൂടാ? അതിന് കഴിവ് വേണം, പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വേണം, ഡയറക്റ്റ് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ ചെയ്യണം. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? നീ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ. എടാ എല്ലാം പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് പാസ്സായിട്ടാണ് എല്ലാവരും ചെയ്യണത്. അല്ല ചെയ്യല്ലേ. എടാ എല്ലാവരും ഇതന്നെ ചെയ്യണത്. നല്ല കോമ്പറ്റീഷനാണ്. എടാ സാധ്യത ഉള്ളതുകൊണ്ടല്ലേ എല്ലാവരും ചെയ്യണത്. നമ്മൾ നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് പോയി ചേർന്നിട്ട് വല്ല സാധ്യതയുണ്ടോ? പക്ഷെ നല്ല എഞ്ചിനീയർമാർക്ക് ചാൻസ് ഇല്ലേ? നമ്മൾ നല്ല എഞ്ചിനീയേഴ്സ് ആണോ? കണ്ടോ, നമ്മൾ കുറേ ട്രൈ ചെയ്തപ്പോൾ മാങ്ങ വീണു. ഇതന്നെയാണ് ലൈഫ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. അടിപൊളിയാ, ലാലേട്ടൻ സൂപ്പറാണ്. ദൃശ്യം 3 അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ദൃശ്യം 3 അടിപൊളി. ഖലീഫ അപ്കമിങ്